ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് പഴംപൊരി മാവിലേക്ക് ഈ ഒരു സൂത്രം ചെയ്ത് കൊടുത്തിട്ട് നല്ല കിടിലം വെറൈറ്റി പഴംപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പകാരമൊന്നുമില്ലാതെ ഈ ഒരു കിടിലം പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ വെറും 5-6 മിനിറ്റ് മാത്രം മതി. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പഴംപൊരി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു കിടിലും സോഫ്റ്റുള്ള പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 500 ഗ്രാം മൈദ കേട്ടോ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണേ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പഴംപൊരി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റിയാണ്, എളുപ്പമാണ്. ഇതിലേക്ക് ഞാനൊരു സൂത്രം ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് 3 തവി ബാക്കി വന്ന ചോറാണ് ഇട്ട് കൊടുക്കണത്. ഏത് ചോറായാലും പ്രശ്നമില്ല. ഈ ഒരു തവിക്ക് 3 തവിയായിട്ട് വേണ്ടത്. പിന്നെ ഈ ഒരു ചോറ് അരിയാനുള്ള വെള്ളം ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പകാരോ ഈസ്റ്റോ ഒന്നും നമുക്ക് ഈ ഒരു പഴംപൊരിയിലേക്ക് ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് ഇങ്ങോട്ട് പൊങ്ങി കിട്ടുക. ഇനി ഞാൻ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറേശ്ശെ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് വെള്ളമാണ്. ഈ ഒരു മാവ് നനീന് അത്രയും വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഏകദേശം ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നല്ലത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പഴംപൊരി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പഴംപൊരിക്ക്. ആ ഒരു സോഫ്റ്റ് നമുക്ക് എത്ര സമയം വെച്ചാലും നഷ്ടപ്പെടൂലേ. അങ്ങനെ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി കേട്ടോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ മധുരം അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണേ. പഞ്ചസാരയൊക്കെ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് ഒരു 3 സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ. അതിനനുസരിച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണേ. ആദ്യം 2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ 1 സ്പൂണും കൂടി ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ ഒരു പഴംപൊരി നല്ല നെരിച്ചിലോട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഞാനിതാ ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ടൈം ഉണ്ടെങ്കിൽ മതിട്ടോ, ഇല്ലെങ്കിൽ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി. ഈ ഒരു സമയത്ത് ഞാനിതാ ഇതിലേക്ക് 3 പഴമാണ് എടുത്തത്. 4 പീസാക്കിയിട്ട് കേട്ടോ ഈ ഒരു പഴം ഞാനിതാ കട്ട് ചെയ്തത്. കുറച്ച് വലിയ പഴംപൊരി തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങൾക്ക് ചെറുതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നടുവൊന്നങ്ങോട്ട് മുറിച്ചിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്താൽ മതിയേ. ഇങ്ങനെ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും പറയുകയാണേ. അപ്പോൾ ഇനി ഞാനിതാ ഒരു 10 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ചട്ടി അടുപ്പത്ത് വെച്ചിന്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചൂടാവണം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനിതാ ഇതിലേക്ക് ഓരോ പഴവും ഈ ഒരു മാവിൽ മുക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, നന്നായിട്ട് ഇങ്ങോട്ട് പൊങ്ങി കിട്ടിയാണ്. അപ്പകാരോ ഈസ്റ്റോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു സൂത്രം ചെയ്ത് കൊടുത്തിട്ട് നല്ല സൂപ്പർ പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയേ. അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇടണം കേട്ടോ. നമ്മൾ ഇടുന്ന സമയത്ത് തീയൊന്ന് കൂട്ടി കൊടുക്കുക, പിന്നെ നമ്മൾ കുറച്ച് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒരു പഴംപൊരിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് വെന്ത് കിട്ടുള്ളേ. അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഓരോന്നിങ്ങനെ മറിച്ചിട്ടിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ഒരു ടേസ്റ്റാണ് ഈ ഒരു പഴംപൊരി. കളറിങ്ങനെ മാറി വരുന്നതിന് ശേഷം കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ടൈമിലിങ്ങനെ നമുക്ക് പഴംപൊരി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. നല്ല സോഫ്റ്റുള്ള പഴംപൊരി റെഡി ആയിന്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അടുത്ത പ്രാവശ്യം ഞാനിതാ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാരെ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി എണ്ണ അധികം കുടിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ അരിപ്പൊടി ഇട്ടുകൊണ്ട് നമുക്കത് ആ ഒരു നെരിച്ചിലോട് കൂടി തന്നെ നമുക്ക് കിട്ടുക. എത്ര സമയം വെച്ചാലും പിന്നെ
സോഫ്റ്റ് നഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സൂത്രം ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ ഓരോന്ന് ഇതാ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു എണ്ണയൊക്കെ അതിൽ തന്നെ ഉണ്ടാവുക, എണ്ണ ഒന്നും അധികം കുടിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഈ ഒരു പഴംപൊരിക്ക്. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റിൽ തന്നെ കളറൊക്കെ മാറിയതിന് ശേഷം ഇതാ ഞാൻ ഓരോന്നിങ്ങനെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അടുത്ത പഴംപൊരി ഞാനിതാ ഇതിലേക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാവ് ഫുള്ള് ഇങ്ങോട്ട് പയത്തുമ്മലാവാനും പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ആ ഒരു നല്ല പൊങ്ങി കിട്ടിയ പഴംപൊരി ആയിട്ട് കിട്ടുള്ളേ. അങ്ങനെ നമ്മളെ ഈ ഒരു പഴംപൊരി അടിപൊളിയായിട്ട് കിട്ടിന് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട്, കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ്